എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലുകയാണോ അല്ലെങ്കിൽ അകലാൻ ശ്രമിക്കുകയാണോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ പേഴ്സണ് നിങ്ങളിൽ നിന്ന് അകലാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണെന്നും നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സൻ്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ ഒരു പാവമാണ്, ഒരു പാവമായിട്ടുള്ള ഒരാളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളെ എത്രമാത്രമാണ് ആ പേഴ്സണെ മിസ് ചെയ്യുന്നത്, അത് കാരണം ആ പേഴ്സൺ എത്രമാത്രമാണ് വിഷമിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ആ പേഴ്സണെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ആ പേഴ്സൺ കുറ്റം പറയുകയല്ല, പക്ഷേ ആ പേഴ്സണെ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ലല്ലോ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, ചിന്തിച്ച് നോക്കൂ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സണ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് എന്തുകൊണ്ടോ ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല. ആ പേഴ്സൺ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. മേ ബി പുറമേ നിങ്ങൾക്ക് ആ പേഴ്സൺ പ്രകടിപ്പിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല. പുറമേ ആ പേഴ്സൺ വളരെ ദേഷ്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ വാശിയുള്ള ഒരാളാണ് എന്നാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ പോലും ആ പേഴ്സൺ ശരിക്കും അങ്ങനെ അല്ല. മേ ബി ആ പേഴ്സൺ അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. ഇനി അഥവാ ആ പേഴ്സൺ അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ പേഴ്സൺ അങ്ങനെയുള്ള ഒരാളേ അല്ല. ആ പേഴ്സൺ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളും അതുപോലെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷേ എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ മേ ബി നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ആ പേഴ്സൺ വളരെ ഇന്നസെൻ്റ് ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക. ആ പേഴ്സൺ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത്, ആ പേഴ്സൻ്റെ മനസ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നാണ്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, ആ പേഴ്സണ് നിങ്ങളോടുള്ള ഇഷ്ടം, ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം മേ ബി ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകലാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കാറ്. അതായത് ആ പേഴ്സൺ എത്രത്തോളം ബിസി ആണെങ്കിൽ കൂടി ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ആ പേഴ്സൻ്റെ ജീവിതത്തിൽ സന്തോഷവാനാണ്. പക്ഷേ എങ്കിൽ പോലും, അല്ലെങ്കിൽ സന്തോഷവതിയാണ് എങ്കിൽ പോലും എപ്പോഴും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ പേഴ്സൺ എത്രമാത്രം ശ്രമിച്ചാലും അതിന് സാധിക്കുന്നില്ല. കാരണം അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ലല്ലോ. ആ പേഴ്സൺ ഇനി നിങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും അതിന് ആ പേഴ്സണ് സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നില്ല. ആ പേഴ്സൺ അത് സാധിക്കില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇതുവരെ ആ പേഴ്സണ് അതിന് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന്
അകലാൻ സാധിക്കാത്തത് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ആ പേഴ്സണെ ഇതുവരെ നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആ പേഴ്സൺ അകലാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, എപ്പോഴൊക്കെ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ പേഴ്സണ് കൂടുതൽ നിങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നിട്ടേ ഉള്ളൂ. അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇനി ചിന്തിക്കരുത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും ആ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല. ആ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ പേഴ്സൺ ശ്രമിക്കാറുണ്ട്. പക്ഷെ എപ്പോഴെല്ലാം ആ പേഴ്സൺ അതിന് ശ്രമിച്ചാലും ആ പേഴ്സൺ കൂടുതൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. കാരണം നിങ്ങളെ അത്രമാത്രം ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളോട് വളരെയധികം ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാറ്റണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം അധികം ആരോടും അറ്റാച്ച്മെൻറ്റ് വെക്കാൻ പാടില്ല, ഒരു കാര്യത്തോടും അമിതമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സണ് ഒരാളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ആ പേഴ്സൻ്റെ ജീവിതത്തിലാണെങ്കിലും ആ പേഴ്സൻ്റെ കരിയറിലാണെങ്കിലും മുന്നോട്ട് പോകാൻ ആ പേഴ്സൺ ഒരാളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ആ ഒരു സപ്പോർട്ടായിരുന്നു നിങ്ങൾ. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരി നിങ്ങൾ ആ പേഴ്സണെ ഒത്തിരി സ്നേഹിക്കുകയും അതിനേക്കാൾ ഉപരി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പേഴ്സണെ നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത്. നിങ്ങളിൽ നിന്ന് അകലണം എന്ന് ആഗ്രഹിച്ചാലും ആ പേഴ്സൺ അതിന് സാധിക്കാത്തത്. കാരണം നിങ്ങൾ അത്രത്തോളം ആ പേഴ്സണെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇനി നിങ്ങളെ മറക്കണമെന്ന് ആഗ്രഹിച്ചാലും ആ പേഴ്സണ് അതിന് സാധിക്കുമോ എന്ന് ആ പേഴ്സൺ ഇപ്പോഴും അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ഇതൊരിക്കലും ആ പേഴ്സൻ്റെ എനർജി മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എത്രമാത്രമാണോ ചിന്തിക്കുന്നത്, ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് എത്രമാത്രമാണോ വിഷമിക്കുന്നത്, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് എത്രത്തോളമാണോ വിഷമിക്കുന്നത് അത്രത്തോളം തന്നെ നിങ്ങളും വിഷമിക്കുന്നുണ്ടാവാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഒരുപോലെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഒരുപോലെ ആയിരിക്കാമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നും നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു പുതിയ തുടക്കം എന്നതിലുപരി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ്. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത്. ആ പേഴ്സൺ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും കാണുന്നത് ആ പേഴ്സണെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരിൽ ഒരാളായിട്ടാണ്. അതായത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ആ പേഴ്സൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ, ആ പേഴ്സൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടുള്ളൂ. നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കിയതുപോലെ മേ ബി മറ്റാരും ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ആ പേഴ്സണെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് മേ ബി ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളെ ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഒരുപാട് സന്തോഷവും തോന്നാറുണ്ട്, സമാധാനവും തോന്നാറുണ്ട്. ആ പേഴ്സണ് വളരെയധികം എന്താ പറയുക, ആ പേഴ്സണ് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്ര സന്തോഷം തോന്നാറുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. പക്ഷേ അതേസമയം തന്നെ നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ലല്ലോ എന്നോർക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്തായാലും ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നില്ല. മേ ബി അതിന് ശ്രമിച്ചാലും ആ പേഴ്സണ് സാധിക്കുമോ എന്ന് ആ പേഴ്സൺ ഇതുവരെ അറിയില്ല. കാരണം ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് സാധിക്കുമോ എന്ന്
ആ പേഴ്സൺ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഇപ്പോൾ ഒരുപോലെയാണ്, ഈ ഒരു സമയത്ത് ഒരുപോലെയാണ്. ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ഒരുപോലെ ആയിരിക്കാമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.